ഹലോ ആസ്പിരൻസ്, നിങ്ങൾ ഈ വീഡിയോ കാണാനിരിക്കുന്നത് തന്നെ വളരെ ഒരു ടെൻഷനോട് കൂടിയായിരിക്കും. കാരണം സമയം പോയി എന്നുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങളെ ഇത്രയും ടെൻഷൻ അടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ കാര്യമായിട്ടൊന്നും നടന്നില്ല, ഇനി കുറച്ച് ദിവസങ്ങളിലുള്ള നമ്മുടെ കയ്യിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, ഇതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ അല്ലേ. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് ഇനി പഠിച്ചാലും മതി. ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ, അപ്പോൾ 75 ദിവസങ്ങളുണ്ടെങ്കിൽ ആ 75 ദിവസം കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, വ്യക്തത കുറവ്, ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ടെൻഷന് കാരണം. അപ്പോൾ ഈ ടെൻഷൻ മാറാനായിട്ട് എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കിയെടുക്കണം, ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വീഡിയോ അവസാനിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ടെൻഷൻ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, ഇതൊരു കോഴ്സിലോട്ടുള്ള പരസ്യമോ ഒരു ബുക്കിൻ്റെ പരസ്യമോ ഒന്നുമല്ല. ക്ലിയറായിട്ടും ജെനുവിനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. അപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്തൊക്കെയാണ്, ടൈം ടേബിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ സമയമില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചു, കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ കൂട്ടി പഠിച്ച് സെറ്റായ ആൾക്കാരോടാണ് നമ്മൾ കോമ്പറ്റീഷൻ ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. അതൊരു വളരെ ചെറിയ ശതമാനം ആൾക്കാരേ ഉള്ളൂ, ഈ നേരത്തെ കൂട്ടി പഠിച്ച് സെറ്റായ ആൾക്കാരൊക്കെ. അപ്പോൾ ജോലിയുള്ളവരെ, വീട്ടമ്മമാരെ, അല്ലാതെ മറ്റ് കോഴ്സുകൾ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും മിക്കവാറും ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളും. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർ തന്നെയാണ് എല്ലാവരും എന്ന് നമ്മളങ്ങ് സമാധാനിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഈ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക. കാരണം ഞാൻ പിറകിലായി പോയി എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഇനി 75 ദിവസം ഉണ്ട് എനിക്ക് മുന്നേറാൻ എന്നുള്ളൊരു തോട്ടിലേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് റീഫ്രെയിം ചെയ്ത് കൊണ്ടുവരണം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഇനി പരീക്ഷയെപ്പറ്റി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഒറ്റഘട്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജൂലൈ 27 തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഏത് ജില്ലയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, തിരുവനന്തപുരം ജില്ലക്കാരുടെ പോലെ അങ്ങ് പഠിക്കുക. അപ്പോൾ ജൂലൈ 27 നമ്മൾ പഠിച്ചു തീരുന്ന രീതിയിൽ ഇനിയെങ്കിലും തുടങ്ങി പഠിച്ചു തീർത്താൽ ബാക്കിയുള്ള ജില്ലക്കാർക്ക് ഇനഫ് ടൈം കിട്ടും റിവൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ ജില്ലയിൽ നടക്കുന്നതനുസരിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസും അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റായിട്ടിരിക്കാനുള്ള ദിവസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ടൈം റിലാക്സേഷൻ കൊടുക്കരുത്. ജൂലൈ 27 തിരുവനന്തപുരംകാരാണ് എഴുതാൻ പോകുന്നത്, പിന്നെയും നമുക്ക് സമയമുണ്ട് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ജൂലൈ 27 എൻ്റെ എക്സാം ആണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളും പഠിക്കണം. അപ്പോൾ എക്സാമിൻ്റെ നിലവാരം ഉയർന്നിട്ടുണ്ട്. പല രീതിയിൽ പല വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് എക്സാമിൻ്റെ നിലവാരം ഉയർന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും നമ്മളിൽ നിന്ന് PSC ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ മതിയാകുമോ ഇതെല്ലാം പഠിച്ചു തീരാൻ എന്നുള്ള ചോദ്യം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം. ഓക്കെ, PSC എക്സാം എത്ര മാർക്കിൻ്റെ എക്സാമാണ്? 100 മാർക്സിൻ്റെ എക്സാമാണ്. അപ്പോൾ ഒരുപാട് അറിവുള്ളവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഒരുപാട് പേരെ എൻസൈക്ലോപീഡിയ എന്നൊക്കെ വിളിക്കും. അതുപോലെ ചിലരെക്കുറിച്ച് നമ്മൾ പറയും സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ച് ചോദിച്ചാലും അഭിപ്രായം പറയാൻ അറിവുള്ളവരാണ്. അപ്പോൾ സോ കോൾഡ് പഠിപ്പിസ്റ്റുകൾ നമ്മൾ പറയും. അവർ പോയി PSC എഴുതിയാൽ കിട്ടുമോ? കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ കാരണം? PSC ഡിമാൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നോളജിനെ കൊണ്ടുവരണം. അപ്പോൾ എന്താണ് PSC ഡിമാൻഡ് ചെയ്യുന്നത്? PSC ഡിമാൻഡ് ചെയ്യുന്നത് അറിയണമെങ്കിൽ എവിടെ നോക്കണം? PSC പറഞ്ഞിരിക്കുന്ന സിലബസ് നോക്കണം. അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ്, ആരാണ് സ്റ്റാർ എന്ന് പറയുന്നത്? സിലബസ് ആണ് സ്റ്റാർ. ഈ സിലബസിനെ ബേസ് ചെയ്താണ് നമ്മൾ ബാക്കി എല്ലാ സ്ട്രാറ്റജിയും ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സിലബസ് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ സിലബസിനെ കുറിച്ച് അറിവുണ്ടാകുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 10,000 20,000 കണക്കിന് പേജൊക്കെ വായിച്ചിട്ട് പോകുന്ന ആളായിരിക്കും PSCക്ക്. പക്ഷെ എത്ര മാർക്കിൻ്റെ ചോദ്യമേ നോക്കൂ. PSC എത്ര മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടാണ് ഒരാളെ വിലയിരുത്തുന്നത്, വാലുവേറ്റ് ചെയ്യുന്നത്? 100 മാർക്സ് അല്ലേ. അപ്പോൾ ഈ 100 മാർക്സ് എവിടെ നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ? PSC പറഞ്ഞിരിക്കുന്ന സിലബസിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ സിലബസ് പഠിക്കാതെ പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെൽഫ് ഇവാലുവേഷൻ ചെയ്യണം. അടുത്ത സ്റ്റെപ്പാണ് സെൽഫ് ഇവാലുവേഷൻ. അതെന്താ എഴുതിക്കോട്ടെ, സെൽഫ് ഇവാലുവേഷൻ എന്താ അത്? അപ്പോൾ ഇപ്പോൾ ഈ സിലബസ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ സിലബസ് വെച്ചിട്ട് നമ്മൾ നാളെ രാവിലെ ഒരു എക്സാം എഴുതാൻ പോവാണ്. അതായത് ഫെർദർ പ്രിപ്പറേഷൻ ഒന്നും സമയമില്ല. നമ്മൾ ഈ സിലബസ് ബേസ് ചെയ്ത് നാളെ രാവിലെ ഒരു എക്സാം എഴുതിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം എഴുതിയാൽ നമ്മൾ എത്ര സ്കോർ ചെയ്യുമെന്ന് നോക്കുക. അത് സത്യസന്ധമായിട്ട് നോക്കണം. നമ്മുടെ പ്രോഗ്രസ് അറിയാം, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ സിലബസിൽ ഞാനൊരു എക്സാം എഴുതിയാൽ എനിക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെ നിൽക്കുന്നു.
ചോദിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കരുത്. കാരണം പുറത്ത് പറയണ്ടല്ലോ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് പുറത്ത് പറയാൻ വേണ്ടിയിട്ടില്ല. അപ്പം നിങ്ങളെപ്പറ്റി വ്യക്തമായൊരു ധാരണയിൽ എത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക, അതിൻ്റെ ബേസ് ചെയ്ത് സെൽഫ് ഇവാലുവേഷൻ നടത്തുക, അതിൻ്റെ ബേസ് ചെയ്ത് നിങ്ങളെ പറ്റിയുള്ള വ്യക്തമായ ധാരണയിൽ എത്തുക. ഒരു ചളുപ്പും വേണ്ട, എനിക്കൊന്നും അറിയത്തില്ല, 10 മാർക്കേ കിട്ടും, അല്ലെങ്കിൽ 0 ആണ് എൻ്റെ സ്കോർ, അല്ലെങ്കിൽ 20 സ്കോർ, 60 സ്കോർ, എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ 100 മാർക്സും കിട്ടി, ഗുഡ്. സിലബസുമായി സെൽഫ് ഇവാലുവേഷനുമായി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്ത ഘട്ടം എക്സാം പാറ്റേൺ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. എന്തിനാണ് എക്സാം പാറ്റേൺ ഡീകോഡ് ചെയ്ത് നോക്കുന്നത്? എങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എക്സാം എന്താണ് ചോദിക്കുന്നത്, എന്താണ് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മുടെ പഠനത്തിനെ ചിട്ടപ്പെടുത്താനായിട്ട്. അപ്പോൾ ആദ്യം നോക്കാം, എല്ലാ എക്സാം പേപ്പറും നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാം പാറ്റേൺ ഇങ്ങനെയായിരിക്കും. ആദ്യം വേണ്ടത് കുറച്ച് ഫാക്ട്സ് ആയിരിക്കും. ഫാക്ട്സ്, ഈ ഫാക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ ഫാക്ട്സും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. PSC എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില ഫാക്ട്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എവിടെ നിന്ന് പഠിക്കാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് PSC ഉദ്ദേശിക്കുന്ന ഫാക്ട്സ് എന്നുള്ളത്. ഈ ഫാക്ട്സ് അങ്ങനെ തന്നെ ചില ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ ഫാക്ട്സ് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചില ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്, ഫാക്ട്സ് ഉണ്ടാകും. അടുത്തത് കോൺസെപ്റ്റ്സ്. എന്തിനാണ് ഈ കോൺസെപ്റ്റ്സ് ചോദിക്കുന്നത്? കോൺസെപ്ച്വൽ ക്ലാരിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പിലാണ് അനാലിസിസ് ഒക്കെ വരുന്നത്. ഇവിടെയാണ് കുറച്ച് ട്രിക്കി ആയിട്ട് ചോദിക്കാനായിട്ടുള്ള സ്കോപ്പ് ഉള്ളത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ട്രിക്കി ആയിട്ടുള്ള ട്വിസ്റ്റൊക്കെ വരുന്നത് ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയിലാണ്. കാരണം അവിടെ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് ആൻസറിലേക്ക് അറൈവ് ചെയ്യേണ്ടത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല എന്നർത്ഥം. അപ്പോൾ ഈ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഈ പാർട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് മനസ്സിലാക്കി പോകുന്ന ആൾക്കാർക്ക് ഈ ഏരിയ ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ ഇവിടെ വരുമ്പോൾ അവർ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഫാക്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കണം, ഫാക്ട്സ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ഇനി കോൺസെപ്റ്റ്സ് നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. അടുത്തതാണ് ക്രോണോളജി. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, വർഷങ്ങളെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും അല്ല, ഫാക്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വർഷങ്ങളും അല്ല, PSCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളുടെ സെറ്റുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അത് നമുക്ക് പുസ്തകങ്ങളിൽ നിന്നൊക്കെ തന്നെ കിട്ടും. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. വർഷങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിലൊക്കെ തന്നെ ഈ വർഷങ്ങളും അതിൻ്റെ ഈവൻസിൻ്റെ ഓർഡറൊക്കെ തന്നിട്ട് അറേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഫാക്ട്സ് ചോദിക്കും, കോൺസെപ്റ്റ് ചോദിക്കും, ക്ലാരിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? വർഷങ്ങൾ ചോദിക്കും, ക്രോണോളജി ചോദിക്കും. ഇനി അടുത്തത് നോക്കാം, പാരഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. പാരഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. മോസ്റ്റ്ലി ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് അങ്ങനെ തന്നെ പാരഗ്രാഫ് എടുത്ത് ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് വെക്കുന്നതായിരിക്കും. അത് ഏത് ടെക്സ്റ്റിൽ നിന്നാണ്? കൂടുതലായിട്ടും SCERT ടെക്സ്റ്റിൽ നിന്നാണ് അത്തരം ചോദ്യങ്ങൾ. ടെക്സ്റ്റ് ബുക്കിലെ അതേ വരികളെടുത്ത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് കാണുന്നത് SCERT ടെക്സ്റ്റിൽ നിന്നാണ്. മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതൊക്കെ ഈ കോൺസെപ്റ്റ് പാർട്ടിൽ വരും. അതല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. SCERT ടെക്സ്റ്റിൽ നിന്നുള്ള സെൻറ്റൻസുകൾ അതേപടി എടുത്ത് ഒന്ന് ഫ്രെയിം ചെയ്ത് ക്വസ്റ്റ്യൻ ആക്കി ഇടുന്ന ഒരു രീതിയും PSCക്കുണ്ട്. അപ്പോൾ ഈ ഫാക്ട്സ് പഠിക്കുക, കോൺസെപ്റ്റ്സിൽ ക്ലാരിറ്റി ഉണ്ടാക്കുക, ഈ ക്രോണോളജി അറിഞ്ഞിരിക്കുക, വർഷങ്ങൾ അതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ പഠിക്കുക, പാരഗ്രാഫ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി SCERT ടെക്സ്റ്റ് വായന ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും കുറേ ഉണ്ട്. PSCക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നിന്ന് കുറേ സെറ്റ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലാക്കിയാൽ, PYQ പഠിച്ചാൽ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലൊരു ശതമാനം കിട്ടും. അപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. ബൈ ചാൻസ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആണെങ്കിൽ നമുക്ക് ഈ ഫാക്റ്റും ഡയറക്റ്റ് ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറിൽ നിന്നും ക്രോണോളജിയിൽ നിന്നും ഒക്കെ ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ബൈ ചാൻസ് ഇനി ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ഏരിയയിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ. കോൺസെപ്റ്റ്, അനാലിസിസ്, അവിടെ നിന്നൊക്കെ ആയിരിക്കും. അതുപോലെ പാരഗ്രാഫ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കാനായിട്ടുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. അതുകൊണ്ട് എന്തൊക്കെ പഠിച്ചിരിക്കണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിരിക്കണം, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചിരിക്കണം, SCERT ടെക്സ്റ്റ് വായന നിർബന്ധമാണ്. പിന്നെന്താ? കോൺസെപ്റ്റ് പഠിക്കുന്ന അത്രയും പോർഷൻ
നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ പഠിക്കണം. എന്നാലേ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. അതുപോലെ തന്നെ വർഷങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളെല്ലാം പഠിച്ചു വെക്കണം. ഇതാണ് എക്സാമിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ച് ജനറലായിട്ടൊന്ന് പറയാനായിട്ട് ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ചൊന്ന് മനസ്സ് ടെൻഷൻ മാറിയില്ലേ? കാരണം ഫാക്ട്സ് പഠിക്കാൻ പറ്റും, ഈസിയാണ്. കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. വർഷങ്ങൾ ഓർത്തിരിക്കാനായിട്ട് റിപ്പീറ്റഡ് റിവിഷൻ നമ്മളെ സഹായിക്കും. പാരഗ്രാഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേയൊക്കെ SCERT നിന്ന് കിട്ടും. ബാക്കിയൊക്കെ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതാർക്കാണ് എഴുതാൻ പറ്റാത്ത അല്ലേ? അപ്പം നമ്മളെയും കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് തുടർന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇതിനകത്ത് കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കോൺസെപ്റ്റ് ക്ലാരിറ്റിയോ നമുക്ക് ഉണ്ടാകണം, നമുക്ക് അനാലിസിസ് ചെയ്യാൻ അറിയണം, നമുക്ക് ആൻസറിലേക്ക് ഡിറൈവ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസിൽ കൂടി മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളായിരിക്കും ഇനിയത്തെ ഒരു നിലവാരം ഉയർന്ന സ്ഥിതിക്ക് ഇത്തരം ചോദ്യങ്ങളായിരിക്കും കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതേസമയം വേറൊരു ചോദ്യപേപ്പർ കാണിക്കാം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾ, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം, അതുപോലെ 88 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തി, അതിനെക്കുറിച്ച് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം, അതുപോലെ ഒരുപാട് ഫാക്ട്സ്, ഡയറക്റ്റ് ഫാക്ട്സ്. ആദ്യത്തെ കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ഫാക്ട്സുമാണ് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയാലും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് നമ്മൾ ഓക്കെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാക്ട്സ് പഠിച്ചു വെക്കുക, വർഷങ്ങൾ പഠിച്ചു വെക്കുക, SCERT ടെക്സ്റ്റ് മസ്റ്റായിട്ടും വായിക്കുക. നമുക്ക് സിലബസ് വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം, സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മേളിൽ നിന്ന് ഇങ്ങനെ ടിക്ക് ഓഫ് ചെയ്ത് പഠിക്കാനുള്ളൊരു ടെൻഡൻസി ചിലർക്കുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം എന്താ? ചരിത്രം 5 മാർക്കിൻ്റേതേ ഉള്ളൂ. ചരിത്രം നിങ്ങൾ വിശാലമായിട്ട് പഠിച്ചു പോകും. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഈ മേജർ മാർക്സ് ഇവിടെയാണ് കിടക്കുന്നത്. ഇത് പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടത്തില്ല. ചരിത്രവും ഭൂമിശാസ്ത്രത്തിൽ നിങ്ങൾ തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരുപാട് സമയം തീർന്നിരിക്കും. അപ്പോൾ നമ്മൾ മാർക്സിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കിയേ, കറണ്ട് അഫേഴ്സിന് 20 മാർക്കുണ്ട്, ഗണിതം 10 മാർക്കുണ്ട്, ഇംഗ്ലീഷ് 10 മാർക്കുണ്ട്, മലയാളം 10 മാർക്കുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാവുന്ന മാർക്കാണ്. ഇത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാവുന്ന മാർക്കാണ്. കാരണം ഇംഗ്ലീഷ് വളരെ പ്രയാസമൊന്നുമല്ല, മലയാളവും വളരെ പ്രയാസമൊന്നുമില്ല, കുറച്ച് ഏരിയാസേ ഉള്ളൂ. അത് പഠിച്ചു വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനകത്തു നിന്നൊരു നല്ല പെർസെൻറ്റേജും മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രയോറിറ്റി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കണം എപ്പോഴും. പിന്നെ സുപ്രധാന നിയമങ്ങൾ നമുക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫുൾ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും സുപ്രധാന നിയമങ്ങൾ. അതുപോലെ ഭരണഘടന, ധനതത്വശാസ്ത്രം കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, നിങ്ങൾക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രമാണ് അതിന് ശേഷം ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് ജീവശാസ്ത്രത്തിനാണ്. അത് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മതി. പിന്നെ ഇത് കണ്ടോ, 3 6 മാർക്കാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് നിങ്ങൾ SCERT ടെക്സ്റ്റ് ബേസ് ചെയ്ത് നല്ലപോലെ പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിക്കുക. പിന്നെ കലാ, സാഹിത്യം, കായികം ഒരുപാട് വൈഡായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ അതിനകത്തുനിന്ന് വരുന്ന കറണ്ട് അഫേഴ്സും പിന്നെ കുറേ അവാർഡുകളും പ്രധാനപ്പെട്ട കൃതികളും പിന്നെ ഈ കഥകളി പോലെയുള്ള ചില ഏരിയാസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത്തരം ചോദ്യങ്ങളും കൂടി പഠിച്ചിട്ട് പോവുക. അപ്പോൾ അതിന് പ്രയോറിറ്റി വളരെ കുറച്ച് ലാസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി. ചരിത്രത്തിനകത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ചരിത്രവും ഭൂമിശാസ്ത്രവും സ്കിപ്പ് ചെയ്യാമെന്നൊക്കെ. പക്ഷേ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് PSCക്ക് വളരെ ഇഷ്ടമുള്ള ഏരിയയാണ്. അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, യൂറോപ്യന്മാരുടെ വരവ്, മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ, വർത്തമാന പത്രങ്ങൾ, അതുപോലെ ലോക വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നദികളൊക്കെ ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ നദികൾ, അതുപോലെ സമുദ്രങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്നും വിട്ട് കളഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പോകാം എന്ന് വിചാരിക്കരുത്. കാരണം ആ ഏരിയയിൽ നിന്നുള്ള മാർക്സും കൂടി നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ കലാസാഹിത്യത്തിനകത്ത് നമുക്ക് ഇത്രയും ടോപ്പിക്ക്, വൈഡ് ടോപ്പിക് ഉണ്ട്, അതിനകത്ത് നമുക്ക് ചെറിയൊരു റിലാക്സേഷൻ എടുക്കാം വേണമെങ്കിൽ. പിന്നെ ഉള്ളത് ഈ കമ്പ്യൂട്ടർ പഠിക്കണം കേട്ടോ. 3 മാർക്കേ ഉള്ളൂ, അത് കുറച്ച് ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കലാസാഹിത്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്കൊന്ന് റിലാക്സേഷൻ വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ചരിത്രം
വളരെ പരന്ന വായനയൊന്നും വേണ്ട. അതുപോലെ ഭൂമിശാസ്ത്രവും പരന്ന വായനയിലേക്ക് പോകണ്ട. നമുക്ക് അത്യാവശ്യം പ്രീവിയസ് ഇയറും SCERT ടെക്സ്റ്റ് ബുക്ക് മസ്റ്റായിട്ടും ഈ ഭാഗങ്ങൾ വരുന്ന SCERT ടെക്സ്റ്റ് ബുക്കുകൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ. അല്ലാതെ ചരിത്രം ഒരുപാട് കാലം എടുത്ത് പഠിച്ചു, അതിനുശേഷം ഭൂമിശാസ്ത്രം പഠിച്ചു, അങ്ങനെ നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുകയേ ചെയ്യരുത്. എപ്പോഴും മാർക്കിൻ്റെ വെയിറ്റേജ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം വേണം ഒരു ടൈം ടേബിൾ സ്റ്റഡി പ്ലാനും സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഒരു പോർഷനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കേണ്ടത് ഇത് ഭൗതികശാസ്ത്രം, രസതന്ത്രമൊക്കെ SCERT ടെക്സ്റ്റിൽ നിന്ന് തന്നെ പഠിക്കുക, കവർ ചെയ്യുക. SCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് അത്രയും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ കടൽ പോലെ കിടക്കുന്ന ഒരു സാധനമാണ് ആനുകാലിക വിഷയം. 20 മാർക്കിൻ്റേത് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്ക് തന്നെ എക്സാക്ട്ലി ഒന്നും ചോദിക്കാറൊന്നുമില്ല, എന്നാൽ പോലും വെയിറ്റേജ് തന്നിരിക്കുന്നത് 20 മാർക്കാണ്. അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് കറണ്ട് അഫേഴ്സിനെന്ന് അർത്ഥം. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ കടൽ പോലെ കിടപ്പുണ്ട്, എവിടുന്ന് എന്ത് പഠിക്കും എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ടൈമില്ല, അതും കൂടി നോക്കണം. നമ്മൾ ഇന്ന് നടന്ന ഒരു എക്സാമിൻ്റേത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്ത PSC ബുള്ളറ്റിനിൽ നിന്നും ആനുകാലികത്തിൽ നിന്നും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടാണ് വീഡിയോസ് ഇട്ടേക്കുന്നത്. അപ്പോൾ PSC ബുള്ളറ്റിൻ പ്രാധാന്യമുള്ളതാണെന്നാണ് പറഞ്ഞു വരുന്നത്. PSC ബുള്ളറ്റിനിൽ വരുന്ന ആനുകാലികം പഠിക്കണം. അതുപോലെ PSC ബുള്ളറ്റിനിൽ റൗണ്ട് അപ്പ് 2023 ഉണ്ട്. ആ ആനുകാലികം 2023 ഒരു സമ്മറിക്ക് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ റൗണ്ട് അപ്പ് 2023 മസ്റ്റായിട്ടും പഠിക്കണം. അതുപോലെ PSC ബുള്ളറ്റിനിൽ വരുന്ന ആനുകാലികം സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫ്രീ ടൈമുകളിലൊക്കെ അത് കേൾക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ പാർട്ട് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. 40 ഡേയ്സിൻ്റെ അല്ലെങ്കിൽ 45 ഡേയ്സിൻ്റെ ടൈം ടേബിളിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ അടിച്ച് കളയാൻ സമയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം. നിങ്ങളുടെ പഠനം മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ആവശ്യമുണ്ടോ, ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ, ഒരു ഡെമോ ടൈം ടേബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 75 ഡേയ്സിൻ്റെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരണം, നിങ്ങൾക്ക് ഒരു ബേസ് ആയിട്ട് എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഒരു ടൈം ഫ്രെയിമിലോട്ട്, നിങ്ങളുടെ ഒരു കൺവീനിയൻസിലോട്ട് അതിനെ നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.